പരശുരാമ ശിഷ്യനും പാണ്ഡവരുടെ ഉപദേശകനും സദ്ഗുണസമ്പന്നനും കുരുക്ഷേത്രത്തിൽ ധൃതരാഷ്ട്രപുത്രനായിരുന്നിട്ടും പാണ്ഡവപക്ഷത്തു നിന്നും യുദ്ധം ചെയ്ത യുയുത്സുവിന്റെ സാരഥിയുമായി തീർന്ന ശ്രേഷ്ഠ പുരുഷൻ ആകൃതവ്രണൻ. സപ്തഋഷികൾക്ക് ഒപ്പം തന്നെ സ്ഥാനം കൽപ്പിക്കുന്ന ഈ മഹാനുഭാവന് ആകൃതവ്രണൻ എന്ന നാമം സിദ്ധിച്ചത് ഇപ്രകാരമാകുന്നു. ദശാവതാരത്തിലെ അവതാര പുരുഷനായ മഹാപുരുഷനായ മഹാഗുരു മഹാഋഷിവര്യൻ പരശുരാമ മഹർഷി എന്ന ഭാർഗവരാമൻ മഹാതപസ്വിയുമായിരുന്നു. അങ്ങനെ ഹിമാലയ സാനുക്കളിൽ ഭഗവാൻ മഹാദേവനെ തപസ് ചെയ്ത് അസ്ത്രങ്ങളിൽ ശ്രേഷ്ഠമായ പാശുപതം ഉൾപ്പെടെയുള്ള വരങ്ങൾ വാങ്ങിവരും മാർഗമധ്യേ ഒരു ബ്രാഹ്മണ ബാലകനെ ഒരു കടുവ ആക്രമിക്കുന്നത് പരശുരാമൻ ദർശിക്കുകയുണ്ടായി. പരശുരാമ മഹർഷി തൽക്ഷണം തന്നെ ആ കടുവയെ ഒരു അസ്ത്രമെയ്ത് വധിച്ചു ആ ബ്രാഹ്മണ ബാലകനെ രക്ഷിക്കുകയും ചെയ്തു. എന്നാൽ അമ്പേറ്റ് നീലം പതിച്ച കടുവ തൽക്ഷണം തന്നെ മൃതിയടയുകയും അവന്റെ ശരീരം ക്ഷണനേരം കൊണ്ടൊരു ഗന്ധർവരൂപിയായി മാറുകയും ചെയ്തു. ശാപം നിമിത്തം ഭൂമിയിൽ പിറന്ന ഗന്ധർവനായിരുന്നു ആ കടുവ. ആ കടുവയുടെ ആക്രമണത്തിൽ ആ ബാലകന് യാതൊരു പരിക്കും പറ്റിയിരുന്നില്ല. പരിക്ക് അഥവാ വ്രണം ഇല്ലാതെ രക്ഷപ്പെട്ടവനായതിനാൽ തന്നെ ആ ബാലകന് ആകൃതവ്രണൻ എന്ന് നാമമുണ്ടായി. അതിനുശേഷം ആ കുമാരൻ പരശുരാമ മഹർഷിയോട് ചേർന്ന് കഴിയുകയും അദ്ദേഹം ആ കുമാരന്റെ ഗുരുവായി തീരുകയും ചെയ്തു. അങ്ങനെ കഴിയും കാലത്ത് പരശുരാമ മഹർഷിയുടെ പിതാവും സപ്തഋഷികളിൽ ഒരാളും മഹാമുനിശ്രേഷ്ഠനുമായ ജമദഗ്നി മഹർഷിയുടെ ഹോമ പശുവിനെയും അതിന്റെ കിടാവിനെയും മഹിഷ്മതി സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായ കാർത്തവീരാർജുനൻ മോഷ്ടിക്കുന്നു. എന്നാൽ പശുവിനെയും കുട്ടിയെയും തിരികെ നൽകുക അല്ലെങ്കിൽ യുദ്ധം അനിവാര്യമാകുന്നു എന്ന വിവരം അറിയിച്ചുകൊണ്ട് ദൂതുമായി മഹിഷ്മതിയിലേക്ക് പരശുരാമൻ അയച്ചത് ആകൃതവ്രണനെ ആയിരുന്നു. അങ്ങനെ പരശുരാമൻ കാർത്തവീരാർജുന വിജയം കൈവരിച്ചു. കാലങ്ങൾ കഴിഞ്ഞു. കാശിപുത്രിയായ അംബയ്ക്ക് വേണ്ടി ഭീഷ്മനോട് 28 ദിനങ്ങൾ നീണ്ടുനിന്ന യുദ്ധം പരശുരാമൻ നിറവേറ്റിയത് ആകൃതവ്രണന്റെ പ്രേരണയിലായിരുന്നു. പാണ്ഡവർക്ക് വനവാസകാലത്ത് മഹേന്ദ്രഗിരിയിൽ വെച്ച് ആകൃതവ്രണ മഹാമുനിയെ കാണുവാനും അദ്ദേഹത്തിൽ നിന്നും പരശുരാമ മുനിയുടെ 28 തവണയുള്ള ക്ഷത്രിയ നിഗ്രഹ കഥ ശ്രവിക്കുവാനും പരശുരാമ ദർശനം സിദ്ധിക്കുവാനും വഴി തെളിച്ചതും ആകൃതവ്രണൻ മഹാമുനിയായിരുന്നു. ധൃതരാഷ്ട്ര മഹാരാജാവിന് സുഗത എന്ന ശൂദ്രസ്ത്രീയിൽ പിറവി കൊണ്ട പുത്രനാകുന്നു യുയുത്സു. അദ്ദേഹം പാണ്ഡവപക്ഷത്തു നിന്നും യുദ്ധം ചെയ്തു കുരുക്ഷേത്രത്തിൽ. ആ സമയം അദ്ദേഹത്തിന്റെ സാരഥിയായി നിലകൊണ്ടതും ശരശയ്യയിൽ ശയിക്കുന്ന ഗംഗാപുത്രന് സമീപം ആഗതരായ സപ്തഋഷികളിൽ ആകൃതവ്രണനും ഉണ്ടായിരുന്നു. അങ്ങനെ ഭാർഗവ ചരിത്രത്തിലും മഹാഭാരതത്തിലും ഉടനീളമുള്ള ഒരു മഹാമുനിയാകുന്നു ആകൃതവ്രണ മഹാമുനി.